ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സ്ട്രക്ചേഴ്സാണ്. ഗെറ്റിംഗ് പ്ലസ് V3 ആൻഡ് ബീയിങ് പ്ലസ് V3. ഇത് ഉപയോഗിക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഇന്നത്തെ ലെസണിൽ ഈ രണ്ട് ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ ഇത് ഉപയോഗിച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ സ്ട്രക്ചേഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷിലും റിട്ടൺ ഇംഗ്ലീഷിലും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രണ്ട് സ്ട്രക്ചേഴ്സും ഗെറ്റിംഗ് പ്ലസ് V3 ആയാലും ബീയിങ് പ്ലസ് V3 ആയാലും രണ്ടും പാസീവ് വോയിസ് സെൻറ്റൻസുകളിലാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ പാസീവ് വോയിസ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്? ഒരു സെൻറ്റൻസിൽ നമുക്ക് ഒരു ആക്ഷൻ ഉണ്ടാവില്ലേ, ആ ഒരു ആക്ഷന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അത് ആര് ചെയ്തു എന്നതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല എങ്കിൽ ആ ആക്ഷന് ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ അത്തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ പാസീവ് വോയിസ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ റൂം ക്ലീൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് റൂം ക്ലീൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആര് ക്ലീൻ ചെയ്യുന്നു എന്ന് പറയുന്നില്ല, അതവിടെ പ്രസക്തമല്ല. അപ്പോൾ അത്തരം സെൻറ്റൻസുകൾ നമുക്ക് അത് സബ്ജക്റ്റ്, അതാരാണ് ചെയ്യുന്നത് എന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിൽ നമുക്ക് അത്തരം സെൻറ്റൻസുകളെയാണ് പാസീവ് വോയിസ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. വീട് പെയിൻറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതായത് വീട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പാസീവ് വോയിസ് സെൻറ്റൻസുകളാണ്. സബ്ജക്റ്റിന് അവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് സ്ട്രക്ചേഴ്സും ഗെറ്റിംഗ് പ്ലസ് V3 ആയാലും ബീയിങ് പ്ലസ് V3 ആയാലും രണ്ടും ഉപയോഗിക്കുന്നത് പാസീവ് വോയിസ് സെൻറ്റൻസുകളിലാണ് എന്നോർക്കുക. ഇനി ഗെറ്റിംഗ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് കാഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ്, ഇൻഫോർമൽ സിറ്റുവേഷൻസ്. എന്താണ് ഈ ഇൻഫോർമൽ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സംസാരിക്കില്ലേ, നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കില്ലേ, അത്തരം സിറ്റുവേഷൻസ് സ്പോക്കൺ ഇംഗ്ലീഷ്, അവിടെയൊക്കെ നമുക്ക് ഈ ഗെറ്റിംഗ് പ്ലസ് V3 ഉപയോഗിക്കാം. അതേസമയം ബീയിങ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് ഫോർമൽ സിറ്റുവേഷൻസിലാണ്. ഇപ്പോൾ ഒരു ഓഫീസിലെ ചില കാര്യങ്ങൾ, ഇമെയിൽ അയക്കുന്ന ഒരു കാര്യം, ഇമെയിൽ അയക്കുന്നു, അല്ലെങ്കിൽ ഫോർമൽ ലെറ്റർ അയക്കുന്നു, അതല്ലെങ്കിൽ ഒരു ബിസിനസ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ പല ലെറ്റേഴ്സ് നമുക്ക് എഴുതേണ്ടി വരും. ഇനി എക്സാം പർപ്പസിന് വേണ്ടിയാണെങ്കിൽ സ്റ്റുഡൻസ് ഉപയോഗിക്കേണ്ടത് ബീയിങ് പ്ലസ് V3 തന്നെയാണ്. അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, അത് ഫോർമൽ വേയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ രണ്ടും തമ്മിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഗെറ്റിംഗ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് ഇൻഫോർമൽ സിറ്റുവേഷനിലും ബീയിങ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് ഫോർമൽ സിറ്റുവേഷൻസിലും ആണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഗെറ്റിംഗ് പ്ലസ് V3, ഇറ്റ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് അൺപ്ലാൻഡ്, ആക്സിഡൻ്റൽ ഓർ പാസീവ് ഇൻഫോർമൽ സിറ്റുവേഷൻസ്. ഗെറ്റിംഗ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് ഇൻഫോർമൽ സിറ്റുവേഷൻസിലാണ് എന്ന് പറഞ്ഞല്ലോ. ആക്സിഡൻ്റലായിട്ട്, ആകസ്മികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, അൺപ്ലാൻഡ്, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഗെറ്റിംഗ് പ്ലസ് V3 ഉപയോഗിക്കാം. ഇവിടെ സബ്ജക്റ്റ് അറിയുന്നില്ല, സബ്ജക്റ്റ് പ്ലാൻ ചെയ്തിട്ടല്ല അത് നടക്കുന്നത്, ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ നോക്കൂ. പിന്നെ വേറൊന്ന്, ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അവിടെയും നമുക്ക് ഗെറ്റിംഗ് പ്ലസ് V3 ഉപയോഗിക്കാം. ഇതിനൊക്കെ ഓരോ എക്സാമ്പിൾ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാവും. പിന്നെ ഗെറ്റിംഗ് പ്ലസ് V3 ഉപയോഗിക്കുമ്പോൾ നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ എന്താണ് എന്നല്ലേ. സബ്ജക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഗെറ്റ്സ് ഉപയോഗിക്കാം. പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ ഗെറ്റും ഗെറ്റ്സും മാറി മാറി ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ്. ഗെറ്റ് ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റുകൾക്കും, അതുപോലെ ഐ, യു, വി, ദേ, പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ. അതല്ല, ഗെറ്റ്സ് ഉപയോഗിക്കുന്നത് ഹീ, ഷീ, അതുപോലെയുള്ള തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റുകൾക്ക് നമുക്ക് ഗെറ്റ്സ് ഉപയോഗിക്കാം. പിന്നെ അപ്പോൾ ഗെറ്റ് ഉപയോഗിക്കാം, ഗെറ്റ്സ് ഉപയോഗിക്കാം, പിന്നെ ഗോട്ട് ഉപയോഗിക്കാം. പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണെങ്കിൽ ഗെറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് അല്ലേ ഗോട്ട്, അപ്പോൾ ഗോട്ട് ഉപയോഗിക്കാം. പിന്നെ ഗെറ്റിംഗ് എന്ന് ഉപയോഗിക്കുന്നത് കണ്ടിന്യൂവസ് ടെൻസുകൾക്കാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോം എന്ന് പറയാം.
ഇതൊക്കെ എക്സാമ്പിൾ വരുമ്പോൾ മനസ്സിലാവും. ആദ്യം സ്ട്രക്ചർ മനസ്സിലാക്കുക. ആ സ്ട്രക്ചർ തന്നെ നമുക്ക് ആ സെൻറ്റൻസുകളിലും കാണാൻ സാധിക്കും. ഹീ ഗോട്ട് ഫയേർഡ് ഫ്രം ഹിസ് ജോബ്. ഹീ ഗോട്ട് ഫയേർഡ് ഫ്രം ഹിസ് ജോബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നാണ് അതിനർത്ഥം. ഹീ ഗോട്ട്, നോക്കൂ, ഗോട്ട് എന്ന് ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. ഗെറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട്. ഹീ ഗോട്ട് ഫയേർഡ് ഫ്രം ഹിസ് ജോബ്. ഇവിടെ ആരാണ് പിരിച്ചുവിട്ടത് എന്നവിടെ പറയുന്നില്ല. ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹം ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അദ്ദേഹം അതൊരു പ്ലാൻ ചെയ്ത് നടത്തുന്ന കാര്യമല്ല. അത് ആകസ്മികമായിട്ട് ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. അദ്ദേഹത്തിന് അതിനൊരു പങ്കുമില്ല, മറ്റുള്ളവരാണത് ചെയ്തത്. സബ്ജക്റ്റ് ആര് ചെയ്തു എന്നതിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, അതവിടെ പറയുന്നും ഇല്ല. അപ്പോൾ ഹീ ഗോട്ട് ഫയേർഡ് ഫ്രം ഹിസ് ജോബ് എന്നത് ഒരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. അവിടെ ഗോട്ട് ഉപയോഗിച്ചു. ഹീ ഗോട്ട് ഫയേർഡ്. ഫയേർഡ് എന്നതാണ് V3 ഫോം. ഫയേർഡ് പിരിച്ചുവിടുക എന്നതിന് ഫയർ എന്നുപയോഗിക്കാറുണ്ട്. ഫയേർഡ് ആൻഡ് ഫയേർഡ് അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോം. ഷീ ഗോട്ട് പ്രൊമോട്ടഡ് ലാസ്റ്റ് വീക്ക്. ഷീ ഗോട്ട് പ്രൊമോട്ടഡ് ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്കിൽ, കഴിഞ്ഞ ആഴ്ച, അവൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ഇവിടെയും ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഗോട്ട് പ്രൊമോട്ടഡ്. ഗോട്ട് എന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഉപയോഗിച്ചത്. പിന്നെ പ്രൊമോട്ടഡ് എന്നതാണ് V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആരാണ് പ്രൊമോട്ട് ചെയ്തത്? അതിന് ഉത്തരവാദപ്പെട്ട ആളുകളായിരിക്കാം. പക്ഷേ നമുക്കവിടെ അത് പറയേണ്ട കാര്യമില്ല. ഷീ ഗോട്ട് പ്രൊമോട്ടഡ് എന്ന് മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ. അവിടെയും ഗെറ്റ് പ്ലസ് V3, ഗെറ്റ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് പ്രൊമോട്ട് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഗെറ്റിംഗ് പ്ലസ് V3 എന്ന ഒരു സ്ട്രക്ചർ നമുക്ക് ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് കാണിക്കാനും ഉപയോഗിക്കാം. എന്താണ് ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? ഫോർ എക്സാമ്പിൾ, ഹീ ഗോട്ട് മാരീഡ് ലാസ്റ്റ് ഇയർ. ഹീ ഗോട്ട് മാരീഡ്. നോക്കൂ, വിവാഹിതനാവുക എന്നതൊരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. സിംഗിൾ ആയിരിക്കുന്ന ഒരാൾ വിവാഹിതനാവുക എന്ന് പറയുമ്പോൾ അതൊരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഹീ ഗോട്ട് മാരീഡ് ലാസ്റ്റ് ഇയർ. ഗോട്ട് പ്ലസ് മാരീഡ്. ഗോട്ട് പ്ലസ് എന്താണ്? മാരി എന്നതിൻ്റെ V3 ഫോമാണ് മാരീഡ്. ഇനി ഹിസ് കാർ ഈസ് ഗെറ്റിംഗ് റിപ്പയർഡ്. അവൻ്റെ കാർ റിപ്പയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം റൈറ്റ് നൗ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദ മെക്കാനിക് ഈസ് റിപ്പയറിങ് ഹിസ് കാർ. ആരാണ് ചെയ്യുന്നത് എന്നത് അവിടെ പ്രസക്തമല്ല, അതുകൊണ്ട് തന്നെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹിസ് കാർ ഈസ് ഗെറ്റിംഗ്, നോക്കൂ, ഈസ് ഗെറ്റിംഗ് റിപ്പയർഡ് എന്നാണ് ഉപയോഗിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബീയിങ് പ്ലസ് V3. ബീയിങ് പ്ലസ് V3 ഉപയോഗിക്കുന്നതും പാസീവ് വോയിസ് സെൻറ്റൻസുകളിൽ തന്നെയാണ്. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ബീയിങ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് ഫോർമൽ സിറ്റുവേഷൻസിലാണ്. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ പാസീവ് വോയിസ് സെൻറ്റൻസുകൾ ഫോം ചെയ്യുന്നത് ബീയിങ് പ്ലസ് V3 ഉപയോഗിച്ചിട്ടാണ്. അത് കണ്ടിന്യൂവസ് ടെൻസുകൾക്ക്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ആം, ഈസ്, ആർ, വാസ്, വേർ ഒക്കെ ഉപയോഗിക്കാം. അതിൻ്റെ ടെൻസും സബ്ജക്റ്റും ഒക്കെ അനുസരിച്ചിട്ട്. പിന്നീട് ഉപയോഗിക്കേണ്ടത് ബീയിങ് ആണ്. പിന്നെ ഉപയോഗിക്കേണ്ടത് V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുമാണ് പാസീവ് വോയിസ് സെൻറ്റൻസുകൾ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ബീയിങ് ഉപയോഗിക്കുന്നത്. ബീയിങ് പ്ലസ് V3. ദ ഹൗസ് ഈസ് ബീയിങ് ക്ലീൻഡ് എന്ന് പറയുമ്പോൾ ഹൗസ് ക്ലീൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈസ് ബീയിങ്, നോക്കൂ, ബീയിങ് ഉപയോഗിച്ചത് ബീയിങ് കഴിഞ്ഞിട്ട് ക്ലീൻഡ്. ക്ലീൻ എന്നതിൻ്റെ V3 ഫോമാണ് ക്ലീൻഡ്. അപ്പോൾ ദ ഹൗസ് ഈസ് ബീയിങ് ക്ലീൻഡ് എന്ന് പറയുമ്പോൾ ഹൗസ് ക്ലീൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആരാണ് ക്ലീൻ ചെയ്യുന്നത്? ദ മെയ്ഡ് ഈസ് ക്ലീനിങ് ദ ഹൗസ് എന്ന് പറയാം. ഐ ആം ക്ലീനിങ് ദ ഹൗസ്, ഹീ ഈസ് ക്ലീനിങ് ദ ഹൗസ്, ദേ ആർ ക്ലീനിങ് ദ ഹൗസ്. ഏത് സബ്ജക്റ്റാണ് ഏതായാലും അതിൻ്റെ പാസീവ് വോയിസ് ഫോം ചെയ്യുമ്പോൾ ദ ഹൗസ് ഈസ് ബീയിങ് ക്ലീൻഡ് എന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ ആര് ക്ലീൻ ചെയ്യുന്നത് എന്നത് പ്രസക്തമല്ല, അവിടെ പറയേണ്ട കാര്യവുമില്ല. ദ ഹൗസ് ഈസ് ബീയിങ് ക്ലീൻഡ്. നോക്കൂ, ബീയിങ് പ്ലസ് V3 അവിടെ ഉപയോഗിച്ചു. ദ ന്യൂ റോഡ് ഈസ് ബീയിങ് ബിൽറ്റ് നിയർ അവർ ഹൗസ്. ദ ന്യൂ റോഡ് ഈസ് ബീയിങ് ബിൽറ്റ് നിയർ അവർ ഹൗസ്. ഞങ്ങളുടെ വീടിനടുത്ത് പുതിയ റോഡ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഈസ് ബീയിങ് ബിൽറ്റ്. നോക്കൂ, ബിൽറ്റ്, ബിൽഡ് എന്നതിൻ്റെ V3 ഫോമാണ് ബിൽറ്റ്.
ഇവിടെ ആരാണ്, PWD ആണോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. ദ ന്യൂ റോഡ് ഈസ് ബീയിങ് ബിൽഡ് നിയർ അവർ ഹൗസ്. നോക്കൂ, ബീയിങ്ങിൻ്റെ ഉപയോഗം ബീയിങ് പ്ലസ് V3 ആണ് അവിടെ പാസീവ് വോയിസ് സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പക്ഷേ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഇത് ഉപയോഗിക്കാം. ദ ബ്രിഡ്ജ് വാസ് ബീയിങ് റിപ്പയർഡ് വെൻ ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ്. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ബ്രിഡ്ജ് റിപ്പയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ പാസീവ് വോയിസ് ആണ്. അറ്റ് ദ സെയിം ടൈം അതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെയാണ് നമ്മൾ പാസീവ് വോയിസ് ആക്കി മാറ്റിയത്. മൈ കാർ വാസ് ബീയിങ് വാഷ്ഡ് വെൻ ഐ വെൻറ്റ് ദർ. ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ കാർ ഇങ്ങനെ വാഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കൂ, അവിടെയും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസീവ് ഫോമാണ്. വാസ് ബീയിങ് വാഷ്ഡ്. അപ്പോൾ ഈ പാസീവ് വോയിസ് സെൻറ്റൻസുകളിലെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ആക്ഷന് മാത്രമാണ്. എന്ത് ആക്ഷൻ നടക്കുന്നു എന്നതാണ്, അതല്ലാതെ ആര് ചെയ്യുന്നു എന്നതല്ല. ഇനി ഗെറ്റിംഗ് പ്ലസ് V3 ഉപയോഗിക്കുമ്പോഴും ബീയിങ് പ്ലസ് V3 ഉപയോഗിക്കുമ്പോഴും നമുക്കത് ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നതാണ്. ഇപ്പോൾ ദ കാർ ഈസ് ബീയിങ് റിപ്പയർഡ് റൈറ്റ് നൗ. അതായത് കാറ് ഇപ്പോൾ റിപ്പയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദ കാർ ഈസ് ഗെറ്റിംഗ് റിപ്പയർഡ് റൈറ്റ് നൗ. ഗെറ്റിംഗ് ആണ് അവിടെ ഉപയോഗിച്ചത്. ദ കാർ ഈസ് ബീയിങ് റിപ്പയർഡ് റൈറ്റ് നൗ എന്ന് പറഞ്ഞാലും രണ്ടും കറക്റ്റ് തന്നെയാണ്. ഗ്രാമാറ്റിക്കലി ഒരു മിസ്റ്റേക്കും ഇല്ല. പക്ഷേ ഗെറ്റിംഗ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ ഡേ ടു ഡേ ലൈഫിലൊക്കെ സംസാരിക്കുമ്പോഴാണ്. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഗെറ്റിംഗ് പ്ലസ് V3 ഉപയോഗിക്കാം. സാധാരണ ഉപയോഗിക്കുന്നതും അങ്ങനെയാണ്. നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് എപ്പോഴും ഉപയോഗിക്കുന്നത് ഗെറ്റിംഗ് പ്ലസ് V3 തന്നെയാണ്. പക്ഷേ നമുക്ക് ഒരു എക്സാം പർപ്പസിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് കോണ്ടെക്സ്റ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബീയിങ് പ്ലസ് V3 ആണ്. അതാണ് സ്റ്റാൻഡേർഡ് വേ. ഒരു പാസീവ് വോയിസ് ഫോം ചെയ്യുമ്പോൾ, പാസീവ് വോയിസ് സെൻറ്റൻസുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് ബീയിങ് പ്ലസ് V3 ആണ്. അപ്പോൾ എക്സാമിനൊക്കെ ആണെങ്കിൽ ബീയിങ് പ്ലസ് V3 തന്നെ ഉപയോഗിക്കുക. പക്ഷേ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഗെറ്റിംഗ് പ്ലസ് V3 ഉപയോഗിക്കാം. ദ വാൾസ് ആർ ഗെറ്റിംഗ് പെയിൻറ്റഡ്. വാൾസ് പെയിൻറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ടെൻസാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ദ വാൾസ് ആർ ബീയിങ് പെയിൻറ്റഡ് എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെ. അവിടെയും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസീവ് വോയിസ് സെൻറ്റൻസാണ് നമ്മൾ ഉപയോഗിച്ചത്. ഒരു സെൻറ്റൻസിൽ ആർ ഗെറ്റിംഗ് ഉപയോഗിച്ചു, അടുത്ത സെൻറ്റൻസിൽ ആർ ബീയിങ് എന്നുപയോഗിച്ചു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ ഗെറ്റിംഗ് പ്ലസ് V3, ഫോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ ബീയിങ് പ്ലസ് V3 ഉപയോഗിക്കുക.